ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് ഹംപിയിലെ മറ്റൊരു നഗരത്തിലാണ്. അതിനോടനുബന്ധിച്ച കാഴ്ചകളും കാണാൻ വന്നതാണ്. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഞങ്ങളൊരു ബ്രാഹ്മിൺസിൻ്റെ വീട്ടിലാണ് ഹോം സ്റ്റേ എടുത്തത്. അപ്പം ഹംപിയിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓട്ടോക്കാർ പരിചയപ്പെടുത്തിയതാണ്. ഇവിടെ ഹംപിയിൽ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ബ്രാഹ്മിൺസിൻ്റെ വീട്. അവരുടെ വീടിൻ്റെ മുകളിലാണ് റൂമെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ കുളിയും എല്ലാം കഴിഞ്ഞ് ഫ്രഷപ്പായി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ഇവർ വീടിൻ്റെ മുറ്റത്ത്, അതായത് മുറ്റത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ട്, മുറ്റത്ത് പുറത്തല്ല, സിറ്റ് ഔട്ട് ഭാഗത്ത് കുറച്ച് തുളസിയും അതുപോലുള്ള കുറേ ചെടികളുണ്ട്. അവിടെ അവർ ഒരു 3-4 തട്ട് പോലുള്ള ഒരു തൂക്ക് പോലൊരു സാധനത്തിന് കുങ്കുമം അങ്ങനെയുള്ള കുറേ കളറുള്ള പൊടികൾ അതും എടുത്ത് വന്നിട്ട് അവർ അതിനെല്ലാം പ്രാർത്ഥിച്ച് തൊഴുത് ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. അവർ രാവിലെ അത്രയും രീതിയിൽ അവരുടെ ചെടികളെ, അവരുടെ തുളസി തറയൊക്കെ പൂജിക്കുന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കർണാടകയിൽ പ്രത്യേകിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മൺസ് പ്രകൃതിയിൽ പലതിനെയും ദൈവമായി കണ്ട് ആരാധിക്കുന്നവരാണ്. അവർ തുളസിത്തറ അതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആരാധന സ്ഥലങ്ങളാണ്. അവർ രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും എല്ലാം ശുദ്ധി വരുത്തി അതിനുശേഷം പൂജാമുറിയിൽ ഇവർക്ക് കുറേ സമയം ഒരു പൂജയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് അവർ ആ പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ ഇതെല്ലാം ചെയ്ത് അവരുടെ കയ്യിൽ കണ്ടോ ഭസ്മത്തട്ട് പോലെ ഒരു 3-4 തട്ടുണ്ട്. അതിന് 3-4 കളറിൽ കുങ്കുമം അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കൊണ്ട് അവരത് ചെയ്ത് പിന്നെ അവരത് പൂജാമുറിയിൽ തന്നെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ താമസിച്ച വീടിൻ്റെ ഓണറാണ്. ഇവരുടെ മക്കളൊക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഹോം സ്റ്റേ ആയിട്ട്. അപ്പം ഹോം സ്റ്റേ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ തന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അമ്മ ഹായ് ഹായ്, അവർ നമ്മളോട് ഹായ് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ലൊരു വീട് ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല പെരുമാറ്റമായിരുന്നു. നമ്മളൊരു പൈസ കൊടുത്തതിൻ്റെ അല്ല, പക്ഷേ പൈസ കൊടുത്തതിൻ്റെ എന്താ പറയുക, നമ്മളെ ഒരു വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ അനുഗ്രഹിച്ച് വിടുമല്ലേ, അതേപോലെ രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് വിടുന്നത് അവിടുന്ന്. അതൊരു ഭയങ്കര ഇതായിരുന്നു, നമുക്ക് അനുഭവമായിരുന്നു. ഒന്നാമത് ബ്രാഹ്മിൺസാണ്, അതുകൊണ്ടായിരിക്കണം അവർ നമ്മളെ അച്ഛനും അമ്മയൊക്കെ അനുഗ്രഹിക്കില്ലേ, തലയിൽ തൊട്ട് അനുഗ്രഹിക്കില്ലേ, അതേപോലെ നല്ലൊരു മോർണിംഗ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. വീഡിയോ കാണുന്ന നിങ്ങളോട് ഞങ്ങൾ ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ട്രാവൽ സിറ്റി 916 എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഹംപിയിലെ പ്രധാന റോഡ് വഴിയാണ്. ഹംപിയിലെ പ്രധാന റോഡ് സൈഡിൻ്റെ ഇരുവശങ്ങളിലും കാർഷിക വിളകളുടെ വലിയൊരു ഭാഗം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. തെങ്ങും നെൽപ്പാടങ്ങളും നിറഞ്ഞ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഹംപി പ്രത്യേകിച്ച് കല്ലുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. എവിടെ നോക്കിയാലും വലിയ കല്ലും കൂട്ടങ്ങളും മലകളും മാത്രമാണ് കാണാനുള്ളത്. ഇവിടുത്തെ പാടങ്ങളും തെങ്ങിൻ തോപ്പുകൾ പച്ചപ്പും ഒക്കെയുള്ള മനോഹരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ ഈ റോഡിൻ്റെ ഇരുവശത്തുമായി നമുക്ക് കാണാൻ കഴിയും. ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ്. കന്നഡയിൽ ഹംപ എന്നും ഇതിനെ പറയുന്നു. ഹുബ്ലിയിൽ നിന്ന് ഏതാണ്ട് 163 കിലോമീറ്റർ കിഴക്കും
ബെല്ലാരിയിൽ നിന്ന് 65ഓളം കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുമായി തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. തുംഗഭദ്ര ഡാമിൽ നിന്നും ഹോസ്പേട്ട് വഴി ഹംപിയിലെത്താം. വിജയനഗരത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. തുംഗഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പ എന്ന പേരിലായിരുന്നു ഹംപി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. തെക്കേ ഇന്ത്യയിലെ ഡക്കാൻ പ്രദേശത്ത് 14, 15, 16 ശതകങ്ങളിലായി നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. വിജയനഗര എന്നത് തലസ്ഥാന നഗരിയുടെയും പേരായിരുന്നു. വിരൂപാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഈ ഗ്രാമം വിജയനഗരത്തിന്റെ കാലത്തിനു ശേഷവും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. പുരാതന നഗരത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഹംപിയിലുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഹംപിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് 7ാം നൂറ്റാണ്ടിലെ ശിവക്ഷേത്രമായ വിരൂപാക്ഷ ക്ഷേത്രം അഥവാ പമ്പാവതി ക്ഷേത്രം. ഹംപിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ഇത് തുംഗഭദ്ര നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിലെ ഏറ്റവും പഴയ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം 7ാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതുന്നു. പമ്പാപതി എന്ന് വിളിക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കല്ലിൽ തീർത്ത അപൂർവങ്ങളായ നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട 2 ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അതിൽ ഒന്ന് 165 അടി ഉയരമുള്ള ഒരു ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. ബിസ്തപ്പയ്യ ഗോപുരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 11 നിലകളുള്ള ഈ ഗോപുരവും വിരൂപാക്ഷ ക്ഷേത്രവും ഏതു കാലത്താണ് നിർമ്മിച്ചതെന്ന് വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. എന്നാൽ 2ാമത്തെ ഗോപുരം കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പണിതിന് പല പ്രാവശ്യങ്ങളിലായി ഈ ക്ഷേത്രം പുതുക്കി പണിതതായി തെളിവുകളുണ്ട്. പ്രധാനപ്പെട്ട മറ്റു സ്ഥലങ്ങളും ഇവിടെയുണ്ട്. പാൻ സുപാരി ബസാർ, രാജ്ഞിയുടെ കൊട്ടാരം, ലോട്ടസ് മഹൽ, എലിഫന്റ് സ്റ്റേബിൾ അഥവാ ആനപ്പന്തി, കൃഷ്ണ ടെമ്പിൾ, കൃഷ്ണ ബസാർ, പമ്പ സരോവർ തുടങ്ങി അനേകം കാഴ്ചകൾ ഹംപിയിലെ ഓരോ ഭാഗത്തുമായി കാണാൻ കഴിയും. ഹംപി ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയില്ല. അത്രയേറെ കാഴ്ചകളും നിർമ്മിതികളും ഇവിടെ കാണാൻ പറ്റും. ഒരു വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് തുംഗഭദ്ര നദീതട പദ്ധതി. കർണാടകയിലെ ഹോസ്പേട്ട് ജില്ലയിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഈ അണക്കെട്ടിന്റെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ. കർണാടക സംസ്ഥാനത്തിലാണ് തുംഗഭദ്രയുടെ ഉത്ഭവസ്ഥാനം. തുംഗഭദ്ര നദിയാണ് ഈ കാണുന്നത്. തുംഗഭദ്ര നദിയുടെ ഭാഗങ്ങളാണ്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവിലൂടെ ഒഴുകിയെത്തുന്ന തുംഗ, ഭദ്ര എന്നീ നദികളുടെ സംയോജനം മൂലമാണ് ഈ നദി രൂപം കൊള്ളുന്നത്. ആന്ധ്രാപ്രദേശിൽ വെച്ച് തുംഗഭദ്ര കൃഷ്ണ നദിയിൽ ലയിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഒരു പുണ്യ നദിയാണ് തുംഗഭദ്ര. കർണാടകയിലൂടെയും ആന്ധ്രാപ്രദേശത്തിന്റെ ഒരു ഭാഗത്തുകൂടിയും ഒഴുകുന്ന കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദിയാണ് തുംഗഭദ്ര. രാമായണത്തിൽ പമ്പ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന നദി തുംഗഭദ്രയാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു നദിയാണ് പമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകളാണ് തുംഗഭദ്ര നദിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള കാഴ്ചകൾ. വളരെ മനോഹരമായ പച്ചപ്പോട് കൂടിയ കണ്ണിന് വളരെ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങളും അതിൻ്റെ പച്ചപ്പ് നിറഞ്ഞ മനോഹാരിതയും ചേർന്ന് തന്നെ തുംഗഭദ്ര നദി പരന്നു കിടക്കുന്ന കാഴ്ചകളും കാണാൻ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന കാഴ്ചകൾ. ഹംപിയിൽ വരുന്ന ഓരോ യാത്രക്കാരും ഇതുപോലുള്ള മനോഹരമായ ഗ്രാമക്കാഴ്ചകളും കൂടെ കാണാൻ ഇറങ്ങേണ്ടതാണ്. എങ്കിലാണ് ആ കാഴ്ചയുടെ മാധുര്യം നമുക്ക് മനസ്സിലാകുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഓരോ ഭാഗത്തു കൂടി കടന്നു പോകുമ്പോഴും റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതലും കാഴ്ചകൾ ഇറങ്ങിക്കാണാൻ നമുക്ക് നമ്മുടെ സമയപരിമിതിയാണ് കാരണം. ഹംപിയിലെ ഓരോ കാഴ്ചയും ഓരോ യാത്രാപ്രേമിയും കണ്ടിരിക്കണം. എങ്കിലാണ് ഇന്ത്യയിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുക. കൂടാതെ ഹംപിയിലെ സൂര്യോദയവും അസ്തമയവും ഭ്രമിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. മാതംഗ, ഹേമകുണ്ട, മാല്യവന്ത, അഞ്ജനേയ മലകളിലാണ് ഈ 2 കാഴ്ചകളും ഏറ്റവും മനോഹരമായി കാണാൻ പറ്റുന്നത്. ചരിത്ര സ്ഥലികളിൽ കൂടുതൽ ദൃശ്യവിസ്മയവും നിഗൂഢ സാന്ദ്രവുമാണ് വടക്കൻ കർണാടകത്തിലെ ഹംപി.
തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനം സംഗമം വംശത്തിലെ ഹരിഹര ബുക്ക സഹോദരന്മാർ 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തുടക്കമിട്ട ഒരു ചെറിയ രാജ്യം. ഡൽഹി സുൽത്താൻമാരുടെ തുടരെയുള്ള തെന്നിന്ത്യൻ ആക്രമണങ്ങളുടെ ആണ് അതിന്റെ പിറവി. ഡൽഹി സുൽത്താൻമാരുടെ മുന്നേറ്റത്തിന് പ്രതിരോധം തീർക്കുന്നതും ഈ സഹോദരങ്ങൾ തന്നെ. ഡൽഹി സുൽത്താൻമാർക്കെതിരെ അവർ നേടിയ വിജയത്തിന്റെ സ്മാരകമായി തുംഗഭദ്രയുടെ തെക്കൻ കരയിൽ പണി കഴിപ്പിച്ച രാജധാനിയാണ് വിജയനഗരം. സംഗമ, സളുവ, തുളുവ, അരവിഡ രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച ഈ അധികാരമണ്ഡലത്തെ വിജയനഗര സാമ്രാജ്യമെന്ന് അറിയപ്പെട്ടിരുന്നത്. 1336 മുതൽ ഡെക്കാനിൽ ആധിപത്യമുറപ്പിച്ച വിജയനഗരത്തിലെ ഭരണാധിപന്മാർ 2 നൂറ്റാണ്ടോളം അവരുടെ ജൈത്രയാത്ര തുടർന്നു. ഒടുവിൽ തുംഗഭദ്രയുടെ വടക്കൻ കരയിൽ ഏതാണ്ട് നഗരത്തിനു സമകാലീനരായി ഉയർന്നു വന്ന പാമിനി സുൽത്താൻമാരാണ് 1556 തളിക്കോട്ട യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ ഡൽഹി സുൽത്താൻമാർക്കെതിരെയുള്ള രക്ഷാകവചമായി ഉയർന്നു വന്ന വിജയനഗരം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം പാമിനി സുൽത്താൻമാരാണ് 1556 തളിക്കോട്ട യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ ഡൽഹി സുൽത്താൻമാർക്കെതിരെയുള്ള രക്ഷാകവചമായി ഉയർന്നു വന്ന വിജയനഗരം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം പാമിനി സുൽത്താൻമാർക്ക് മുന്നിൽ അടിപതറുമ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനാണ് വിരാമമായത്. തളിക്കോട്ടയിൽ ജയിച്ച പാമിനി സുൽത്താൻമാരുടെ സൈന്യം തുംഗഭദ്ര നദി കുറുകെ കടന്ന് ഹംപിയിലെത്തി. തുടർന്നുള്ള വിജയാഘോഷങ്ങളിൽ ഹംപി നഗരം തകർന്നു തരിപ്പണമായി. ഉപേക്ഷിക്കപ്പെട്ട തലസ്ഥാന നഗരിയിലെ ശേഷിപ്പുകളാണ് ഇന്ന് നാം കാണുന്നത്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണ മികവിൽ ചരിത്രത്തിന്റെ അത്ഭുതകരമായ ദൃശ്യാവിഷ്കാരമായി ഇപ്പോൾ നിലകൊള്ളുന്നത്. പൂർണ്ണമായി തകർന്നതും ഭാഗികമായി തകർന്നതും വലിയ കേടുപാടുകൾ ഇല്ലാത്തതും ആയ നിരവധി കെട്ടിട സമുച്ചയങ്ങളും ക്ഷേത്രങ്ങളും ശില്പങ്ങളും അങ്ങാടികളും കോട്ടകളും പാതകളും ജലപ്രണാളികളും എല്ലാം കൂടി സഞ്ചേതമായൊരു ഭൂമികയാണ് ചരിത്രാവശിഷ്ടങ്ങളിലെ ഹംപി. തകർന്ന ബസാറുകളും ശൂന്യ രാജവീതികളും ഇതൊന്നും അറിയാത്ത മട്ടിൽ ശാന്തമായി ഒഴുകുന്ന തുംഗഭദ്രയും എല്ലാം ചേർന്നൊരുക്കുന്ന മായികമായ അന്തരീക്ഷത്തിൽ നാം അറിയാതെ അലിഞ്ഞു പോകും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ട്രാവൽ സിറ്റി 916 എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്.